ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗിസ്മോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹണി സ്കാം എന്ന ഒരു യൂട്യൂബ് ലോകത്ത് നടന്ന ഒരു വലിയൊരു സ്കാമിനെ കുറിച്ചാണ്. അപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെയും ഓൺലൈനായിട്ടുള്ള കസ്റ്റമേഴ്സിനെയും വളരെയധികം ബുദ്ധിമുട്ടിച്ച, വളരെയധികം പറ്റിച്ച ഒരു സ്കാമാണ് ഈ ഹണി സ്കാം എന്ന് പറയുന്നത്. കുറേ കാലമായിട്ട് ഈ ഒരു സ്കാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അടുത്തൊരു മെഗാ ലാബ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു സീരീസ് ചെയ്തപ്പോഴാണ് ഇത് എക്സ്പോസ് ആയത്. അപ്പോൾ എന്താണ് ഈ ഹണി സ്കാം? ഹണി എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കൂപ്പുകൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബ്രൗസറുകളിൽ, അതായത് ഗൂഗിൾ ക്രോമിലോ അങ്ങനെയുള്ള ബ്രൗസറുകളിൽ ഈ ഹണി എന്നുള്ള ഈ കമ്പനിയുടെ എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂപ്പൺസ് ഉണ്ടോ എന്ന് അത് സെർച്ച് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ പേപാൽ എന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ ബീമൻ എന്നുള്ള കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. എലോൺ മസ്ക് ഒക്കെ അതിൻ്റെ ഒരു ഫൗണ്ടർ ആയിരുന്നല്ലോ പണ്ട്. അപ്പോൾ ആ കമ്പനി ഒരു $4 ബില്യൺ കുറച്ച് മുന്നേ വാങ്ങിച്ച ഒരു കമ്പനിയാണ് ഈ ഹണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ സ്കാം എവിടെയാണ്? അപ്പോൾ ഇവർ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ യൂട്യൂബിലെ ഗ്ലോബൽ ഇൻഫ്ലുവൻസേഴ്സായ ടോപ്പായിട്ടുള്ള യൂട്യൂബേഴ്സായ MKBHD, ലൈനസ് ടെക് ടിപ്സ്, ഓസ്റ്റിൻ ഇവാൻസ്, ഇങ്ങനെയുള്ള പല ചാനലുകളെയും ഇവർ സ്പോൺസർഷിപ്പ് ചെയ്തു. അപ്പോൾ സ്പോൺസർഷിപ്പ് ഡീൽ എന്തായിരുന്നു വെച്ചാൽ ഇവരുടെ ബ്രൗസർ വ്യൂവേഴ്സിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, യൂട്യൂബേഴ്സ് അധികം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ സംസാരിക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ പറ്റിയോ എല്ലാം അവർ അവരുടെ ഒരു റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു എന്ന് തോന്നുകയാണ്, നിങ്ങൾക്കത് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സൈറ്റിൽ പോയി നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കമ്മീഷൻ ഈ യൂട്യൂബറിന് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറിന് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ റെഫറൽ കമ്മീഷൻ അല്ലെങ്കിൽ അഫിലിയേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹണി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ബ്രൗസറുകളിൽ, അതായത് ഗൂഗിൾ ക്രോമിലോ അങ്ങനെയൊക്കെയുള്ള ബ്രൗസറുകളിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻഫ്ലുവൻസറിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഡക്റ്റ് വന്ന് കാർട്ടിൽ കിടന്നു. ആ ലാസ്റ്റ് സ്റ്റേജ് പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോൾ ഹണി ബ്രൗസർ, ഈ ഹണി എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഹണിയുടെ പോപ്പപ്പ് വരും. അതായത് ഡിസ്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് കസ്റ്റമർ ആയാലും ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ പൈസ സേവ് ചെയ്യണം എന്നുള്ളത് നമ്മളെല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ഇനി കൂടുതൽ ഡിസ്കൗണ്ടും കൂടെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഹണീൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഇൻഫ്ലുവൻസറിൻ്റെ ലിങ്കിനെ ഈ ഹണി എന്ന് പറഞ്ഞ പ്രോഗ്രാം റീപ്ലേസ് ചെയ്തിട്ട് അവരുടെ റെഫറൽ ലിങ്ക് വെക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അടുത്ത ആ ഒരു എന്താണ് ചതി നടക്കുന്നതെന്ന്? ഏത് ചാനലാണ് നിങ്ങളെ റെഫർ ചെയ്തത് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഹണി അത് തട്ടിയെടുക്കുകയാണ്. ഹണി പറയുകയാണ്, ഞാനാണ് ഇത് റെഫർ ചെയ്തത്, എനിക്കാണ് കമ്മീഷൻ കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഇൻഫ്ലുവൻസറിൻ്റെ റവന്യൂ അടിച്ചു മാറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഒരു സ്കാം എന്ന് യൂട്യൂബ് വേൾഡിൽ ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ വളരെയധികം അവരുടെ റെപ്യൂട്ടേഷൻ ശരിക്കും ഒരു ഹിറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏകദേശം 8 ബില്യൺ വ്യൂസ് വരെ ഇവരെ ടോട്ടൽ ഇവർ സ്പോൺസർ ചെയ്തിട്ടുള്ള വീഡിയോസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ മെഗലാബ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഇത് കംപ്ലീറ്റ് റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ഇറക്കിയിട്ട് അത് വളരെയധികം നോട്ട് ചെയ്യപ്പെട്ട് വളരെയധികം വൈറലായി. ഈ എല്ലാ യൂട്യൂബേഴ്സും അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും രംഗത്ത് വരികയും ഹണിയെ തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് യൂട്യൂബേഴ്സിനെ മാത്രമാണോ അവർ പറ്റിച്ചത്? അല്ല, കൺസ്യൂമേഴ്സിനെയും വളരെയധികം അവർ പറ്റിച്ച് ഒരു വലിയ ഫ്രോഡും നടന്നിട്ടുണ്ട് അവിടെ. ബിഹൈൻഡ് ദ സീൻസ് ഇവർ ചില കമ്പനീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അവരോട് പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾ നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ കൂപ്പൺസ് എത്താം, പക്ഷേ നിങ്ങൾക്കിപ്പോൾ ചിലപ്പം 50% 40% ഒക്കെ കൂപ്പൺ കിട്ടിയിട്ട് ഒരു കസ്റ്റമർ നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാളും ഞങ്ങളെ പ്രോഗ്രാം എന്തായാലും ഇത്ര അധികം ആൾക്കാർ പോപ്പുലറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു യൂട്യൂബർ അടുത്തുനിന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ സൈറ്റിൽ വന്നിട്ട് അവർ വിചാരിക്കും, ഓക്കെ മറ്റേ ഹണീൻ്റെ കൂപ്പൺ ഉണ്ട് എന്നുള്ള ഒരു പോപ്പപ്പ് വരുമല്ലോ, ഹണി പറയുമല്ലോ ചെക്കൗട്ട് കൂപ്പൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് കൂപ്പണിന് വേണ്ടി ഹണീൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹണി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവർ ഈ കമ്പനിക്കാർ പറയുന്ന 2% 5% അങ്ങനെ ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഹണി പറയും കസ്റ്റമറോട്, ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നേരെ മറിച്ച് ഈ ഹണി ഉപയോഗിക്കാതെ തന്നെ ഇൻ്റർനെറ്റിൽ ചിലപ്പോൾ ആ കസ്റ്റമർ പുറത്ത് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ 50% 40% കൂപ്പൺ വരെ അവർക്ക് കിട്ടും. അപ്പോൾ ഇതാണ്
ഇതാണ് ഹണി ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ കമ്പനീസിൻ്റെ കൂടെ വരെ കസ്റ്റമറിൻ്റെ ബിഹൈൻഡ് ദ ബാക്ക് ഒരു വളരെ അൺഎത്തിക്കലായിട്ടുള്ള ഒരു ഡീല് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട്, കിട്ടാൻ പറ്റുന്ന ഡിസ്കൗണ്ട് പോലും കസ്റ്റമേഴ്സിന് കൊടുക്കാതെ അത് അവരുടെ നിന്ന് മാറ്റി നിർത്തുക. എന്നിട്ട് അതിൻ്റെ ഒരു റെഫറൽ കമ്മീഷൻ ഇവർ അടിച്ച് എടുക്കുക. അപ്പോൾ ഇത്ര അധികം ഒരു ഇൻറ്റൻഷനലി ഒരു ഫ്രോഡ് നടത്തിയത് യൂട്യൂബിൻ്റെ ഒരു ബിസിനസ് മോഡലിൽ വളരെയധികം കുറച്ച് കമ്പനികളെ ഉണ്ടാവുള്ളൂ. അതിലൊന്നാണ് ഹണി എന്നാണ് പറയപ്പെടുന്നത്. വളരെയധികം കമ്പനീൻ്റെ ഒരു റെപ്യൂട്ടേഷനൊക്കെ എഫക്റ്റായി ഇപ്പോൾ കുറേ ആൾക്കാർ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒക്കെ ചെയ്തിരിക്കും. US പ്രത്യേകിച്ച് ഇതൊക്കെ വളരെ സ്ട്രോങ് ആണ്. ആ ഒരു ഇതിവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി അധികം അറിയാഞ്ഞതും മെയിനായിട്ടുള്ള മേജർ യൂട്യൂബേഴ്സ് ഒന്നും ഇതിനെപ്പറ്റി അധികം പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കാണാഞ്ഞതും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹണി സ്കാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മെഗാലാബിൻ്റെ യൂട്യൂബ് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ട് കണ്ടിട്ട് അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്കത് അറിയാം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യും. റിവ്യൂസിനെയും ടിപ്സും ട്രിക്സും ഒക്കെ അങ്ങനത്തെ വീഡിയോസിനെക്കാട്ടും കൂടുതൽ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചും കൂടെ ഒരു ടെക് പ്രൊഫൈൽസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ടെക് ലോകത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലീഡേഴ്സ്, അങ്ങനത്തെ ആൾക്കാരുടെ അവരുടെ ഒരു ബയോ പ്രൊഫൈൽ, എങ്ങനെയാണ് അവർ വന്നത്, അല്ലെങ്കിൽ ചില കമ്പനികളെ പറ്റിയുള്ള ഒരു ചെറിയ ഹിസ്റ്ററി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OnePlusനെ പറ്റി ഒരു ചെറിയൊരു പ്രൊഫൈല്, അങ്ങനത്തെ ഒരു വീഡിയോനോട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വേറെ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആമസോണിൻ്റെ ഡീൽസ് അല്ലെങ്കിൽ ലൈവായിട്ടുള്ള ലൈവ് വീഡിയോസ് നമ്മൾ സാറ്റർഡേസോ സൺഡേസോ ലൈവ് സെഷൻസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഞാൻ അധികം ലൈവ് സെഷൻസ് ചെയ്തിട്ടില്ല. മേ ബി ആദ്യത്തെ ഒരു 1-2 പ്രാവശ്യം നമ്മൾ കുറച്ചൊരു സമയം എടുക്കുമായിരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിൻ്റെ ടെക്നിക്കൽ സ്ട്രീമിങ്ങും കാര്യങ്ങളും ഒക്കെ. പക്ഷേ തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു ലൈവ് സെഷൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ, നിങ്ങൾക്കുള്ള ഡൗട്ട്സ്, അങ്ങനത്തെ ഒക്കെ ഒരു സെഷൻസ്, എന്തെങ്കിലും ലൈവ് സെഷൻസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഏകദേശം ഒരു 5000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഏകദേശം എത്താനാവുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഹിസ് മൗണ്ട്.